Welcome to a supplementary video by the English EduSpot to the 8th Standard English Class Part 6 by Victors. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 6ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് EduSpot ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന അസൈൻമെൻറ്റ് ടിൽ എന്ന ചിത്രകാരൻ്റെ ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. കഥ വായിച്ച് നാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർച്ച് ഡ്യൂക്ക് ആവശ്യപ്പെടുന്നത് ഓരോരുത്തരുടെയും ചിത്രം അവർ യഥാർത്ഥത്തിൽ ഏത് രൂപത്തിലാണോ കാണപ്പെടുന്നത് അതേ രൂപത്തിൽ വരയ്ക്കണമെന്നാണ്. എന്നാൽ കോർട്ടിയേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെയൊക്കെ ശാരീരികമായ വൈകല്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് എല്ലാവരെയും സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് വരയ്ക്കണം എന്നാണ്. ഏതായാലും ടിൽ ഈ അവസരത്തിൽ സ്വയം പറഞ്ഞു, ഇഫ് ഐ പെയിൻറ്റഡ് ദിസ് പിക്ചർ ഐ ഷാൽ സർട്ടൻലി ബി കിൽഡ്. ഞാൻ ഈ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും കൊല്ലപ്പെടും. ഹി വാണ്ടഡ് ടു ഫൈൻഡ് എ വേ ടു സേവ് ഹിസ് ഓൺ ലൈഫ് ആൻഡ് ഡിവൈസ്ഡ് എ പ്ലാൻ. തൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണമെന്ന് ടിൽ ആഗ്രഹിച്ചു. അതുപ്രകാരം അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിച്ചു, മനസ്സിൽ ആസൂത്രണം ചെയ്തു. ടിൽ സ്ക്രിബിൾ ഡൗൺ എബൌട്ട് ദിസ് സ്ട്രാറ്റജിക് പ്ലാൻ ഇൻ ഹിസ് ഡയറി. താൻ മനസ്സിൽ കണ്ടിരിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ടിൽ തൻ്റെ ഡയറി കുറിപ്പിൽ രേഖപ്പെടുത്തി. പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി. അത്തരത്തിലുള്ള ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതി ടിൽ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെന്തായിരിക്കും എന്നുള്ളതാണ് ഡയറി കുറിപ്പിലൂടെ പ്രകടമാക്കേണ്ടത്. ഡയറി എഴുതുന്നതിന് മുമ്പ് ഒരു ഡയറി കുറിപ്പിൻ്റെ പ്രത്യേകതകൾ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് എ ഡയറി എൻട്രി. റൈറ്റ് ഡേ, ഡേറ്റ് ആൻഡ് ടൈം. ഡയറി എഴുതുന്ന പേജിന് മുകളിൽ ഡേയും ഡേറ്റും എഴുതുക, ദിവസവും ഡേറ്റും. അതോടൊപ്പം തന്നെ ടൈം. ഒരു ഡയറി കുറിപ്പ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ സംഭവ വികാസങ്ങളാണ്. ആ ദിവസം അവസാനിക്കുന്ന, അതായത് ദ ടൈം ജസ്റ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ് ഡയറിയിൽ സമയം രേഖപ്പെടുത്തുമ്പോൾ എഴുതേണ്ടത്. യൂസ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിപ്പാണ് ഡയറി. അതുകൊണ്ട് തന്നെ എഴുതുന്ന ആളുടെ കാഴ്ചപ്പാടിലൂടെ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവായിട്ടാണ് എഴുതേണ്ടത്. ഐ, മീ, മൈ എന്നീ പ്രൊനൗണുകളായിരിക്കും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക. യൂസ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് സ്യൂട്ടബിൾ ടു എക്സ്പ്രസ് ദ റൈറ്റേഴ്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. എഴുതുന്ന ആളുടെ മാനസിക വികാരങ്ങൾ പ്രകടമാക്കാൻ പര്യാപ്തമായ വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിക്കും. ഡയറി എഴുതുന്ന ആളുടെ ആ സന്ദർഭത്തിലുള്ള മാനസിക വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനാണ്. അതൊരു പക്ഷേ സർപ്രൈസ്, അത്ഭുതമാകാം. അതല്ലെങ്കിൽ സാഡ്നെസ്, ദുഃഖമാകാം. അതുമല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പിനെസ്, ആശ്ചര്യമോ സന്തോഷമോ ഒക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഡയറി ആകാം. അപ്പോൾ ഓരോ തരത്തിലുള്ള ഡയറിക്കും അനുയോജ്യമായ വാക്കുകളും പ്രയോഗങ്ങളും ഡയറി കുറിപ്പിൽ ഉൾപ്പെടുത്തണം. റൈറ്റ് ഇൻ ഇൻഫോർമൽ സ്റ്റൈൽ യൂസിങ് ഷോർട്ട് ആൻഡ് സിമ്പിൾ സെൻറ്റൻസസ്. ചെറിയ ലളിതമായ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് ഇൻഫോർമൽ സ്റ്റൈലിൽ ഷോർട്ട് ഫോമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഡയറി എഴുതേണ്ടത്. ഇതൊരു ഔദ്യോഗിക കുറിപ്പല്ല. അതുകൊണ്ട് തന്നെ ഫോമൽ രീതിയിലുള്ള ഔപചാരികമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ ശൈലിയല്ല ഉപയോഗിക്കേണ്ടത്. സാധാരണ ഇൻഫോർമലായിട്ടുള്ള ഒരു രചനാ രീതിയാണ് ഡയറിയിൽ പ്രകടമാകേണ്ടത്. ഇനി നമുക്ക് ടിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാനുള്ള പദ്ധതി ആലോചിച്ച് കണ്ടെത്തി അത് വിശദീകരിക്കുന്ന ഡയറി കുറിപ്പൊന്ന് വായിച്ചു നോക്കാം. ആദ്യം ഡേ, ഡേറ്റ് ആൻഡ് ടൈം. സാറ്റർഡേ 31st July 2021 10:30 PM. റിയലി നൗ ഐ ആം ഇൻ എ ഡയലമ. തീർച്ചയായും ഞാനിപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്. ഡയലമ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഘട്ടം. If I paint the pictures as the courtiers demanded, the Archduke will kill me.
കോർട്ടിയേഴ്സ് ആവശ്യപ്പെടുന്ന പ്രകാരം ഞാൻ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ആർച്ച് ഡ്യൂക്ക് എന്നെ കൊല്ലും. ഇഫ് ഐ ഒബേ ദി ഓർഡേഴ്സ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക്, ദ കോർട്ടിയേഴ്സ് വിൽ കിൽ മീ. ആർച്ച് ഡ്യൂക്കിൻ്റെ കൽപ്പന ഞാൻ അനുസരിക്കുകയാണെങ്കിൽ കോർട്ടിയേഴ്സും എന്നെ കൊല്ലും. ഇൻ ഐദർ കേസ് ഐ വിൽ ബി കിൽഡ്. രണ്ടായാലും ഞാൻ തീർച്ചയായും കൊല്ലപ്പെടും. വാട്ട് ആം ഐ ടു ഡു? ഈ അവസ്ഥയിൽ ഞാൻ എന്തു ചെയ്യും? ഐ ഹാഡ് ബെറ്റർ നോട്ട് പെയിൻറ് ദ പിക്ചർ അറ്റ് ഓൾ. ഈ ചിത്രം വരയ്ക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഐ വിൽ ആസ്ക് ദി ആർച്ച് ഡ്യൂക്ക് ഫോർ എ ഹാൾ വിത്ത് തിക്ക് കർട്ടൻസ് ആൻഡ് ഫോർ 2 or 3 അസിസ്റ്റൻസ്. എന്തായാലും ഞാൻ ആർച്ച് ഡ്യൂക്കിനോട് ചിത്രം വരയ്ക്കാൻ എന്ന രൂപത്തിൽ ഒരു ഹാൾ, ഒരു വിശാലമായ ഹാൾ ആവശ്യപ്പെടും. വിത്ത് തിക്ക് കർട്ടൻസ്, നല്ല കട്ടിയുള്ള കേർട്ടൻ അതും ആവശ്യപ്പെടും. ആൻഡ് ഫോർ 2 or 3 അസിസ്റ്റൻസ്, 2-3 സഹായികളെയും വേണമെന്ന് പറയും. ഐ വിൽ പ്രിറ്റൻഡ് ദാറ്റ് ഐ ആം പെയിൻറ്റിങ് ദ പിക്ചർ വെരി സീരിയസ്ലി. എന്നിട്ട് വളരെ കാര്യമായി തന്നെ ഞാൻ ചിത്രം വരയ്ക്കുകയാണ് എന്ന് ഞാൻ അഭിനയിക്കും. ദിസ് ഈസ് എ ഗോൾഡൻ ചാൻസ് ഫോർ മീ ടു സ്റ്റേ ഇൻ ദ പാലസ് ആൻഡ് എൻജോയ് എ റോയൽ ലൈഫ് ഫോർ സം ഡേയ്സ്. കൊട്ടാരത്തിൽ താമസിച്ച് രാജകീയ ജീവിതം നയിക്കാൻ കുറേ നാളത്തേക്ക് സുഖിച്ച് ജീവിക്കാനുള്ള ഒരു സുവർണ അവസരമാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം. When the Archduke demands me to show the picture, I will say the picture is ready, but people with royal blood only can see it. ചിത്രം കാണണമെന്ന് ആർച്ച് ഡ്യൂക്ക് ആവശ്യപ്പെടുമ്പോൾ ഞാൻ പറയും, ചിത്രം റെഡിയാണ്, പക്ഷേ രാജകീയ രക്തമുള്ള ആളുകൾക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ എന്നും ഞാൻ പറയും. I am sure nobody will say they don't see it. അങ്ങനെ വരുമ്പോൾ ആ ചിത്രം കാണുന്നില്ല എന്ന് ആരും പറയില്ല എന്ന് എനിക്കുറപ്പാണ്. Oh God, help me work out this plan and save my life. ദൈവമേ, ഈ പദ്ധതി നടപ്പിലാക്കി വിജയിക്കാൻ എന്നെ സഹായിക്കണമേ. അതുവഴി എൻ്റെ ജീവൻ രക്ഷിക്കണമേ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ ടാഗ്. ഈ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള ഗ്രാമർ ടോപ്പിക് ചെറുതായി പരിചയപ്പെടുത്തി. എന്താണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ ആഡഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ അവസാന ഭാഗത്ത് ചേർക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻ രൂപമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്. എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് an auxiliary verb and a subject pronoun. ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബും സബ്ജക്റ്റായി ഒരു പ്രോനൗൺ രൂപവുമാണ് ഉണ്ടാവുക. എ പോസിറ്റീവ് സെൻറ്റൻസ് ടേക്സ് എ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് വൈസ് വേഴ്സ. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കേണ്ട സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ടാഗാണ് അതിനോട് ചേർക്കേണ്ടത്. നേരെ തിരിച്ചും, അതായത് സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് റിലേഷനാണ് സെൻറ്റൻസും ക്വസ്റ്റ്യൻ ടാഗും തമ്മിൽ വേണ്ടത്. ഇഫ് ദർ ഇസ് നോ ഓക്സിലറി വേർബ് ഇൻ ദ സെൻറ്റൻസ്, ഡു ഓർ ഡസ് ഓർ ഡിഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ടാഗ് as per the tense of the main verb in the sentence. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കേണ്ട സെൻറ്റൻസിൽ പ്രകടമായ രീതിയിൽ ഏതെങ്കിലും ഓക്സിലറി വേർബ് ഇല്ല എങ്കിൽ ആ സെൻറ്റൻസിലെ മെയിൻ വേർബിൻ്റെ ടെൻസിന് അനുസൃതമായി ഡു എന്നോ ഡസ് എന്നോ ഡിഡ് എന്നോ ഓക്സിലറി വേർബായി ക്വസ്റ്റ്യൻ ടാഗിൽ ചേർക്കാം. In the negative question tag, the short form and should be used. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ അതിൽ നെഗറ്റീവ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം എൻറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. നോട്ട് എന്ന് പൂർണ്ണ രൂപത്തിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ചേർക്കരുത്. വിദ്യാർത്ഥികൾ നേരത്തെ മനസ്സിലാക്കിയതായിരിക്കും പ്രധാനപ്പെട്ട ഓക്സിലറി വേർബ്സ്. അതൊന്നുകൂടെ
ഓർമ്മ പുതുക്കാം. ഓക്സിലിയറി വേർബ്സ് എന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലുള്ള 24 ചെറിയ വാക്കുകളാണ്. ഇതാണ് കോമൺ ഓക്സിലിയറി വേർബ്സ്. ആം, ഈസ്, ആർ, വാസ്, were, do, does, did, have, has, had, will, would, can, could, may, might, shall, should, must, need, dare, ought to, used to എന്നിങ്ങനെയുള്ള ഈ പദങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിന് ഏതാനും എക്സാമ്പിൾ സെൻറ്റൻസുകൾ പരിശോധിക്കാം. നാം നേരത്തെ മനസ്സിലാക്കി, സെൻറ്റൻസിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ അതേ ഓക്സിലറി വേർബിനെയാണ് നാം ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ഉപയോഗിക്കുന്നത്. അഥവാ ഇല്ല എങ്കിൽ സെൻറ്റൻസിലെ മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ടെൻസിനനുസൃതമാം വിധം ഡു എന്നോ ഡസ് എന്നോ ഡിഡ് എന്നോ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ഉപയോഗിക്കണം. ഉദാഹരണത്തിന് വോണ്ട് എന്നുള്ള ഒരു മെയിൻ വേർബാണ് ഉള്ളതെങ്കിൽ വാണ്ട് എന്നുള്ളത് ഒരു ബേസ് രൂപത്തിലുള്ള സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വേർബാണ്. അപ്പോൾ വാണ്ട് എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് വാണ്ട് എന്ന രൂപത്തിലാണ് ലഭിക്കുക. എന്ന് വെച്ചാൽ ഡു എന്നുള്ളത് ഒരു ബേസ് രൂപമാണ്, വാണ്ട് എന്നുള്ളതും ബേസ് രൂപമാണ്. എല്ലാ ബേസ് രൂപത്തിലുള്ള വേർബിലും ഡു അടങ്ങിയിരിക്കും. മറ്റൊരു ഉദാഹരണം നോക്കൂ, ഗെറ്റ്സ്. ഗെറ്റ്സ് എന്നുള്ളത് കാണുമ്പോൾ നമുക്കറിയാം അതൊരു എസ് ഫോം വേർബാണ്. എസ് ഫോം എന്നുള്ളതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതിൽ എസ് അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി തരും അതൊരു എസ് ഫോം ആണെന്നുള്ളത്. സ്വാഭാവികമായും അതിലടങ്ങിയിരിക്കുന്നത് ഡസ് എന്ന ഓക്സിലറി വേർബായിരിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു എസ് ഫോം വേർബിൽ നിന്ന് ഡസ് എടുക്കുക. ഡസ് പ്ലസ് ഗെറ്റ് എന്നുള്ളതാണ് ഗെറ്റ്സ് എന്നുള്ളത്. നെക്സ്റ്റ് ഓർഡേർഡ്. കണ്ടാൽ നമുക്കറിയാം അതൊരു സിമ്പിൾ പാസ്റ്റ് വേർബാണ്. അവസാനിക്കുന്നത് ഇ ഡി എന്ന രൂപത്തിലുള്ള ഒരു പാസ്റ്റ് ഫോമിലാണ് ഓർഡേർഡ്. ഇങ്ങനെയുള്ള പാസ്റ്റ് വേർബിൽ അടങ്ങിയിരിക്കുന്നത് ഡിഡ് എന്ന പാസ്റ്റ് ഓക്സിലറി വേർബായിരിക്കും. ഡിഡ് പ്ലസ് ഓർഡർ എന്നുള്ളതാണ് ഓർഡേർഡ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ബേസ് രൂപത്തിലുള്ള വേർബിൽ ഡു അടങ്ങിയിരിക്കും, എസ് ഫോമിൽ ഡസ് അടങ്ങിയിരിക്കും, പാസ്റ്റ് വേർബിൽ ഡിഡ് അടങ്ങിയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ ഓക്സിലറി പ്രകടമായ രീതിയിൽ ഇല്ല എങ്കിൽ വേർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു എന്നോ ഡസ് എന്നോ ഡിഡ് എന്നോ എടുക്കാൻ ഒരു പ്രയാസവുമില്ല. നമുക്ക് കൂടുതൽ എക്സാമ്പിൾ സെൻറ്റൻസിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ്, യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഇവിടെ ആർ എന്നുള്ള ഓക്സിലറി വേർബുണ്ട്. അത് പോസിറ്റീവ് രൂപത്തിലാണ്. അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ അതിനോട് എൻറ്റ് എന്ന ഷോർട്ട് ഫോം ചേർക്കുക. ആൻറ്റ് എന്ന് കിട്ടും. ആൻറ്റ് യു. രണ്ടാം സെൻറ്റൻസ്, ടിൽ ഈസ് വെരി ക്ലവർ. ഈ സെൻറ്റൻസിൽ ഈസ് എന്ന ഓക്സിലറി ഉണ്ട്. അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഈസിൻറ്റ് എന്ന് കിട്ടും. ടിൽ എന്നതിന് പകരം ഹി എന്നുള്ള പ്രോനൗണാണ് ചേർക്കേണ്ടത്. ഈസിൻറ്റ് ഹി. മൂന്നാം സെൻറ്റൻസ്, ഹി ഡിഡിൻറ്റ് ഡ്രോ ദ പിക്ചർ. ഇവിടെ ഡിഡിൻറ്റ് എന്നുള്ള ഓക്സിലറി വേർബ് നെഗറ്റീവ് രൂപത്തിലുണ്ട്. അതിനെ പോസിറ്റീവാക്കി ഡിഡ് എന്നാക്കി മാറ്റി. ഹി എന്നുള്ള പ്രോനൗണും ഡിഡ് ഹി. നാലാം സെൻറ്റൻസ്, all the courtiers want till to draw them perfectly in the picture. ഈ സെൻറ്റൻസിൽ want എന്നുള്ള മെയിൻ വേർബാണുള്ളത്. മറ്റൊരു ഓക്സിലറി വേർബും അതിൽ കാണുന്നില്ല. want എന്നുള്ളത് ഒരു ബേസ് രൂപമാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൽ നിന്ന് ഡു എടുക്കാം. എന്നിട്ട് നെഗറ്റീവാക്കി ഡോണ്ട്. all the courtiers എന്നുള്ളത് ഒരു പ്ലൂറൽ നൗണാണ്. അതിന് പകരം പ്രോനൗൺ they എന്ന് ഉപയോഗിച്ചു. ഡോണ്ട് they. Question 5. Till gets 60 days to complete the picture. ഈ സെൻറ്റൻസിൽ ഗെറ്റ്സ് എന്നുള്ള മെയിൻ വേർബാണുള്ളത്. മറ്റൊരു ഓക്സിലറി വേർബും കാണുന്നില്ല. ഗെറ്റ്സ് എന്നുള്ളത് ഒരു എസ് ഫോം വേർബാണ്. അതിലടങ്ങിയിരിക്കുന്നത് ഡസ്. എന്നിട്ട് ആ ഡസ് എന്നതിനെ നെഗറ്റീവ് ആക്കുക ഡസിൻറ്റ്. പകരം സബ്ജക്റ്റായിട്ട് ചേർക്കേണ്ടത് ടിൽ എന്നതിന് പകരം ഹി എന്നാണ്. ഡസിൻറ്റ് ഹി. Number 6. The Archduke ordered Till to show him the painting. ഈ സെൻറ്റൻസിൽ ordered എന്നുള്ള മെയിൻ വേർബുണ്ട്. മറ്റൊരു ഓക്സിലറി വേർബും കാണുന്നില്ല. ordered എന്നുള്ളത് ഒരു സിമ്പിൾ പാസ്റ്റ് വേർബാണ്. അതിലടങ്ങിയിരിക്കുന്നത് ഡിഡ്.
ഡിഡ് എന്നതിനെ നെഗറ്റീവ് ആക്കുക ഡിഡിൻറ്റ്. ആർച്ച് ഡ്യൂക്ക് എന്നുള്ള നൗണിന് പകരം ഹി എന്ന പ്രോനൗൺ ചേർത്ത് ഡിഡിൻറ്റ് ഹി എന്ന് ടാഗ് ചേർത്തത് ശ്രദ്ധിക്കുക. ഈ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന മറ്റൊരു ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്ക് പേജ് 25 നൽകിയിരുന്ന ഒന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തീകരിച്ചെഴുതുക എന്നുള്ളതാണ്. സെൻറ്റൻസ് 1. യു ആർ സാന്ദ്ര, ആൻഡ് യു. ആർ എന്നുള്ള ഓക്സിലറി വേർബ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വേർബാണ് സെൻറ്റൻസിൽ ഉണ്ടായിരുന്നത്. അതിനെ നെഗറ്റീവാക്കി ആൻഡ് എന്നാക്കി. യു എന്നുള്ള പ്രോനോണും ചേർത്ത് ആൻഡ് യു എന്നുള്ള ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. സെക്കൻഡ് സെൻറ്റൻസ്. വേണു ആൻഡ് രേഷ്മ ആർ യുവർ പാരൻസ്, ആൻഡ് ദേ. വേണു ആൻഡ് രേഷ്മ ആർ എന്നുള്ള മെയിൻ വേർബ് അത് ഇവിടെ ഓക്സിലറി പോലെ ചേർക്കാവുന്നതാണ്. അതിനെ നെഗറ്റീവാക്കി ആൻഡ്. ദെൻ വേണു ആൻഡ് രേഷ്മ എന്നതിന് പകരം ദേ എന്ന പ്രോനൗൺ ചേർത്തു. ആൻഡ് ദേ എന്ന ടാഗ് ഉണ്ടാക്കി. സെൻറ്റൻസ് 3. യുവർ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്. ഈ സെൻറ്റൻസിൽ പ്രകടമായ ഓക്സിലറി വേർബില്ല. വർക്ക്സ് എന്നുള്ളത് എസ് ഫോം വേർബാണ്. അതിൽ നിന്ന് ഡസ് എടുത്ത് നെഗറ്റീവാക്കി ഡസിൻറ്റ്. യുവർ ഫാദർ എന്നതിന് ഹി എന്ന പ്രോനൗണും നൽകി ഡസിൻറ്റ് ഹി എന്ന ക്വസ്റ്റ്യൻ ടാഗ് ചേർത്തു. നമ്പർ 4. യുവർ മദർ ഈസ് എ ഹൗസ് വൈഫ്. ഈ സെൻറ്റൻസിൽ ഈസ് എന്ന ഓക്സിലറി പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വേർബുണ്ട്. ഈസിൻറ്റ് എന്ന് നെഗറ്റീവാക്കി യുവർ മദർ എന്നതിന് പകരം ഷീ എന്ന പ്രോനൗൺ ചേർത്ത് ഈസിൻ ഷീ എന്ന ടാഗ് ഉണ്ടാക്കി. നമ്പർ 5. ശ്യാം ആൻഡ് സായൻസ് ആർ യുവർ ബ്രദേഴ്സ് ഓർ ആർ യുവർ ഫ്രണ്ട്സ്. ഇവിടെ ആർ എന്നുള്ള ഓക്സിലറി പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വേർബിനെ നാം നെഗറ്റീവാക്കി ആൻഡ്. ദെൻ ശ്യാം ആൻഡ് സയൻസ് എന്നതിന് പകരം ദേ എന്നും ചേർത്ത് ആൻഡ് ദേ എന്ന് ടാഗും ഉണ്ടാക്കി. നമ്പർ 6. യുവർ ഹോബി ഈസ് റീഡിംഗ് ബുക്സ്. ഈ സെൻറ്റൻസിൽ ഈസ് എന്നതിനെ നെഗറ്റീവാക്കി ഈസിൻറ്റ്. യുവർ ഹോബി എന്നതിന് പകരം ഇറ്റ് ചേർത്ത് ഈസിൻറ്റ് ഇറ്റ് എന്ന ടാഗ് ഉണ്ടാക്കി. യു വേക്ക് അപ്പ് അറ്റ് 5 in the morning എന്ന രൂപത്തിൽ സെൻറ്റൻസ് പൂർത്തീകരിച്ചെഴുതി. ഈ സെൻറ്റൻസിൽ നമുക്ക് പ്രകടമായ ഓക്സിലറി വേർബൊന്നും ഇല്ല. വേക്ക് എന്നുള്ള ബേസ് ഫോം വേർബുണ്ട്. അതിന് പകരം ഡു ചേർക്കാം. എന്നിട്ട് നെഗറ്റീവാക്കി ഡോണ്ട്. യു എന്നുള്ള പ്രോനൗണും ചേർത്ത് ഡോണ്ട് യു എന്ന ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിച്ചു. നമ്പർ 8. യു ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ് എന്ന രൂപത്തിൽ സെൻറ്റൻസ് പൂർത്തീകരിച്ചെഴുതി. ഈ സെൻറ്റൻസിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് എന്നുള്ള വേർബിൽ ഹാവ് എന്നുള്ള ഓക്സിലറി വേർബുണ്ട്. അതിനെ നെഗറ്റീവാക്കാം ഹാവിൻറ്റ്. യു എന്നുള്ള സബ്ജക്റ്റ് പ്രോനൗൺ ഹാവിൻറ്റ് യു. നമ്പർ 9. യു സ്റ്റഡീഡ് അറ്റ് എ പ്രൈവറ്റ് സ്കൂൾ ബിഫോർ കമ്മിങ് ഹിയർ എന്ന രൂപത്തിൽ നാം സെൻറ്റൻസിനെ പൂർത്തീകരിച്ചു. ഈ സെൻറ്റൻസ് പരിശോധിച്ചാൽ അതിൽ പ്രകടമായ രീതിയിൽ ഓക്സിലറി വേർബൊന്നും ഇല്ല. സ്റ്റഡീഡ് എന്നുള്ള മെയിൻ വേർബുണ്ട്. അതൊരു സിമ്പിൾ പാസ്റ്റ് വേർബാണ്. അതിലടങ്ങിയിരിക്കുന്നത് ഡിഡ്. അതിനെ നെഗറ്റീവാക്കി ഡിഡിൻറ്റ്. യു എന്നുള്ള സബ്ജക്റ്റ് പ്രോനൗണും ചേർത്ത് ഡിഡിൻറ്റ് യു എന്ന ക്വസ്റ്റ്യൻ ടാഗ് ചേർത്തു. നമ്പർ 10 ടെക്സ്റ്റ് ബുക്കിൽ ബ്ലാങ്കായ നൽകിയിരുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു സെൻറ്റൻസ് എഴുതി ചേർക്കാം. നാം ഇവിടെ ഒരു സെൻറ്റൻസ് ചേർത്തിരിക്കുന്നു. യു ലൈക്ക് യുവർ ന്യൂ സ്കൂൾ. ഈ സെൻറ്റൻസിൽ ഓക്സിലറി വേർബൊന്നും പ്രകടമായി കാണുന്നില്ല. ലൈക്ക് എന്നുള്ള മെയിൻ വേർബുണ്ട്. അത് ബേസ് രൂപത്തിലാണ്. പകരം ഡു എടുത്ത് അതിനെ നെഗറ്റീവാക്കി ഡോണ്ട് എന്നാക്കി മാറ്റി യു എന്നുള്ള സബ്ജക്റ്റ് പ്രോനൗൺ ചേർത്ത് ഡോണ്ട് യു എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ്. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട എല്ലാ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിശദീകരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് എജു സ്പോട്ട് നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുമുണ്ട്. വിദ്യാർത്ഥികൾ അത്തരം വീഡിയോസ് കണ്ട് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക.
നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.